പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ 50 നോമ്പിൻ്റെ ദിവസങ്ങളോട് അവസാന ഭാഗത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 40 ദിവസത്തെ നോമ്പ്, 10 ദിവസത്തെ കർത്താവിൻ്റെ പീഠാനുഭവങ്ങളും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ്. കബറിൽ കഴിഞ്ഞത്, ഉയർത്തെഴുന്നേൽപ്പ്, ഇതൊക്കെ നമ്മൾ ധ്യാനിക്കുക. അങ്ങനെയാണ് 10 ദിവസവും, ആ 10 ദിവസം കൂടെ ചേർത്താണ് 50 നോയമ്പ് എന്ന് പറയുന്നത്. നോയമ്പ് 40 ദിവസമാണ്. ആ നോമ്പ് അത് 10 ദിവസം കൂടെ നമ്മളത് പീഠാനുഭവ ചിന്തകളിലെ ധ്യാനത്തിൽ എല്ലാവരും കഴിഞ്ഞുകൂടുന്നു. അപ്പോഴും ആ നോയമ്പ് മുറിയുന്നില്ല, നോയമ്പിൽ തന്നെയാണ് നമ്മൾ. അങ്ങനെയാണ് 50 നോമ്പാകുന്നത്. അല്ലാതെ 50 നോയമ്പായിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ 40 നോമ്പാണ്. മോശ നോക്കിയത്, യേശു, എല്ലാവരും അന്വേഷിച്ച് ഇതെല്ലാം അത് തന്നെയായിരുന്നു. ഈ 40 ദിവസത്തെ നോയമ്പായിരുന്നു. അപ്പോൾ നമ്മൾ നോയമ്പിൽ ഒരുപാട് ദോഷങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകേണ്ടുന്നതുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് നമ്മളിലുണ്ടാകുന്നത് ഓരോ മനുഷ്യരിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതകന്നു പോകണമായിരുന്നു. ഇതാണ് നോയമ്പിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത്. അതെല്ലാം അകന്നു പോയി പുതിയ മനുഷ്യനായി തീരുക. പിന്നെ അതുപോലെ പുതിയ വളരെ വിശുദ്ധങ്ങളായ പുണ്യങ്ങൾ നമ്മൾ ആർജിച്ചിരിക്കണം. അത് ഈ നോയമ്പ് കാലത്തെ 50 ദിവസം മാത്രമല്ല, ജീവിതകാലം മുഴുവനും, അല്ല അടുത്ത നോയമ്പ് വരെ എന്നല്ല, ജീവിതകാലം മുഴുവനും ഇത് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് പിന്നെ അടുത്ത വർഷം എന്തിനാ നോയമ്പ് ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പുതുക്കുകയാണ്, നമ്മൾ റിന്യൂ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ബാറ്ററിയൊക്കെ തീർന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻവെർട്ടറിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യണം. നമ്മൾ വേറെ എന്തെങ്കിലും ഫോൺ ബാറ്ററി തീർന്നു, റീചാർജ് ചെയ്യുക. അത് തന്നെയാണ് ഇവിടെ റീചാർജിങ് ആണ് നടക്കുന്നത്. നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിന്, ബോധതലങ്ങളെ എല്ലാം റീചാർജ് ചെയ്തെടുക്കുക ആത്മീയ രീതിയിൽ. അതാണ് ഓരോ വർഷവും നോയമ്പ് വീണ്ടും നമ്മൾ പുതുക്കി ആചരിക്കുന്നത്. പല നോയമ്പുകളുണ്ട്. 3 നോയമ്പുണ്ട്, 13 നോയമ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ആചരിക്കുന്നുണ്ട്. 25 നോയമ്പുണ്ട്. നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ 15 നോയമ്പ് ആചരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ സമയാസമയങ്ങളിൽ നമ്മളിത് പുതുക്കുകയാണ്, റീചാർജ് ചെയ്യുകയാണ്. പുതുക്കുക എന്ന് പറഞ്ഞാൽ റീചാർജ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഈ നോയമ്പിൽ നമ്മളെ പുണ്യങ്ങളൊക്കെ ആർജിക്കുന്നു. അപ്പം ഒരു പുതിയ മനുഷ്യരായിട്ട് വരികയാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനികളും ദ്വിജനാണ്, അതായത് 2ാം ജന്മം എടുത്തവരാണ്. അതെങ്ങനെയാണ് 2ാം ജന്മം എടുത്തത്? നമ്മൾ വിശുദ്ധ മാമോദീസായിൽ 2ാം ജന്മം എടുത്തു. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ആ രക്ഷ നമ്മൾ അനുഭവിക്കുന്നു. അതാണ് 2ാം ജന്മം, റീബോൺ ആണ്. അപ്പോൾ അത് ഈ നോയമ്പിൽ അത് ശക്തിപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ആ 2ാം ജന്മത്തിന് അർത്ഥമില്ല. നമ്മളെടുത്ത 2ാം ജന്മം അർത്ഥമില്ലാതെ സുഷുപ്തിയിലാണ്ടുപോകും, മയക്കത്തിലായിരിക്കും എന്ന് നമ്മൾ അനുമാനിക്കണം. അങ്ങനെ തന്നെയാണത്. അനുമാനമൊന്നല്ല, അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ പുണ്യങ്ങളിലെ ഏറ്റവും പ്രധാനം, എല്ലാ പുണ്യങ്ങളിലും ഒരു മനുഷ്യനെ ആർജിക്കാവുന്നതിൽ ഏത് മതത്തിലായാലും സ്നേഹം ആണ് ഏറ്റവും പ്രധാനം. കർത്താവ് യേശു ക്രിസ്തു വന്നത് തന്നെ സ്നേഹമായിട്ടാണ്. അത് എല്ലാവരും പറഞ്ഞിരുന്നാണ്. ശ്രീബുദ്ധൻ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഇനിയും എനിക്ക് ശേഷം മൈത്രേയൻ എന്ന ആൾ വരും, വ്യക്തി അവതാരം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു.
അതുപോലെ സോക്രട്ടീസ് പറഞ്ഞിരുന്നു, കൺഫ്യൂഷ്യസ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുൻപ് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ മൈത്രേയൻ എന്ന് പറയുമ്പോൾ സ്നേഹം, മൈത്രി സ്നേഹം. അപ്പോൾ സ്നേഹമാണ് പഠിപ്പിക്കുന്നത് എന്ന് ശ്രീബുദ്ധൻ പറഞ്ഞത്. ശ്രീബുദ്ധൻ സ്നേഹം ഇത് പഠിപ്പിച്ചത് എങ്ങനെ തിന്മ ചെയ്യാതിരിക്കാം എന്നുള്ളതായിരുന്നു. സകലത്തിന് അഹിംസയാണ് പഠിപ്പിച്ചത്. ഹിംസ ആണ് തിന്മ എന്ന് പറയുമ്പോൾ ഏതെല്ലാം രീതിയിലായാലും അത് ഇത് ഹിംസയാണ്. അപ്പോൾ ഹിംസ മാറ്റി അഹിംസയിലേക്കാണ്. ഇനിയും നമ്മൾ അതിനെ ബലപ്പെടുത്തുന്നതാണ് സ്നേഹം എന്നതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ പുണ്യമാണ് അത്. നമ്മൾ യേശു ക്രിസ്തു തൻ്റെ കുരിശിൽ അത് തന്നെ ബലിയായി അർപ്പിച്ചുകൊണ്ട് അത് കാണിക്കുകയും ചെയ്തു. എന്തിനാണ് ബലി അർപ്പിച്ചത് യേശു കുരിശിൽ? മാനവരാശിക്ക് വേണ്ടിയാണ്, മാനവ വംശത്തിന് മുഴുവനും വേണ്ടിയാണ്. അല്ലാതെ യേശുവിന് വേണ്ടിയല്ല, യേശുവിൻ്റെ ശിഷ്യർക്ക് വേണ്ടിയല്ല, പിന്നെ മറ്റ് യേശുവിനെ സ്നേഹിച്ചവർക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ മാനവ വംശത്തിന് മുഴുവനും കൂടെ വേണ്ടിയാണ് തന്നെ ബലിയായിട്ട് അർപ്പിച്ചത്. അതുവരെ മൃഗങ്ങളുടെ ചോര ചിന്തി ബലിയർപ്പിക്കുകയായിരുന്നു, ചോരയായിരുന്നു ബലിയായിട്ട് അർപ്പിക്കുന്നത്. അതിന് പകരം അതെല്ലാം നിർത്തലാക്കിയിട്ട് തന്നെ ബലിയായിട്ട് അർപ്പിച്ചു. ദൈവം അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അത് ചിലർ പറയുന്ന പോലെ ഈ മതത്തെ നിന്ദിക്കാനും അധിക്ഷേപിക്കാനും പറയുന്നവരുടെ വർത്തമാനമല്ല. അവർ പറയുന്ന പോലല്ല. അപ്പോൾ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയും സ്വയം ബലിയർപ്പിക്കുകയും ചെയ്തു. അതിന് തുണയായിട്ട് അതിന് ഒരു ഊക്കം വർദ്ധിപ്പിക്കാനാണ് യഹൂദർ, അന്നത്തെ റോമൻ ഭരണകൂടം, യഹൂദ മേധാവികളും ഒക്കെ ചെയ്തത്. കാരണം യേശു വന്ന് മനുഷ്യനായിട്ട് അവതരിച്ചത് തന്നെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുന്നതിന് എന്നത്തേക്കുമായുള്ള നിത്യബലി. അതിന് ശേഷം ഒരു രക്തം ചൊരിഞ്ഞുള്ള ബലിയില്ല. മൃഗത്തിനെ കൊണ്ടായാലും ഒന്നിനെ കൊണ്ടും ഒരു ബലിയില്ല. അത് തന്നിലൂടെ പൂർത്തിയാക്കി എല്ലാം മറ്റ് രക്തച്ചൊരിച്ചിൽ ബലി എന്നുള്ള രീതിയിലുള്ള ആരാധനയ്ക്കെന്നുള്ള രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി. അതാണ് യേശുവിൻ്റെ കുരിശ് മരണമെന്ന് പറയുന്നത്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. അപ്പോൾ അതിലാണ് അവിടെ സ്നേഹം, മനുഷ്യവർഗത്തിനോടുള്ള സ്നേഹം കാണിക്കുന്നത്. അപ്പോൾ അതാണ് സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക. അല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം യേശു ദൈവമായിരിക്കെ തനിക്ക് തന്നിൽ കളങ്കം ഒന്നും യേശിയിട്ടില്ലാതിരിക്കെ, അതിനുള്ള സാധ്യതകളോ ഒന്നുമില്ലാതിരിക്കും. കാരണം ദൈവത്തിൽ കളങ്കം ഏൽക്കുന്നില്ല. അങ്ങനെ പരിശുദ്ധിയിലായിരിക്കെ കളങ്കം കൊണ്ട് നിറഞ്ഞ മനുഷ്യ വംശത്തിന് വേണ്ടി താൻ ബലിയർപ്പിച്ചു, തന്നെ ബലിയർപ്പിച്ചു. അതേസമയം നീതിമാനായവർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ചെയ്യും. അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നീതിമാന്മാരായിട്ടല്ല, ഏറ്റവും പാപികളായിട്ടിരുന്നപ്പോഴാണ് യേശു ബലിയർപ്പിച്ചത് തന്നെ നമുക്ക് വേണ്ടി, നമുക്ക് പകരം. അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന് പകരം നമ്മൾ ബലിയർപ്പിക്കണമായിരുന്നു. ആ ബലിയെല്ലാം നിർത്തലാക്കി. അപ്പോൾ അതാണ് ഈ നമ്മൾ മനസ്സിലാക്കുന്നത് സ്നേഹത്തിൽ. കാരണം പാപിയായിട്ടിരിക്കെ, ദ്രോഹം ചെയ്തിരിക്കെ ആ ദ്രോഹികൾക്ക് വേണ്ടി, അതായത് നമ്മൾക്ക് മാനവകുലത്തിന് വേണ്ടി തന്നെ ബലി അർപ്പിച്ചു. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, സഹോദരന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് വലിയ സ്നേഹമൊന്നുമില്ല, പ്രകടമാക്കാൻ മറ്റൊന്നുമില്ല. അത് പ്രകടമാക്കിയവർ ധാരാളം ഉണ്ട്. ഇപ്പം നമ്മൾ അറിയാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചരിത്രമാണ്. നാസി തടങ്കൽ പാളയത്തിൽ ഫാദർ കോൾബിയുടെ ചരിത്രം. തടങ്കൽ പാളയത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന
നൂറുകണക്കിന് ആളുകളെ ഗ്യാസ് ചാമ്പലിട്ട് കൊല്ലുന്നതിന് വേണ്ടി, വധിക്കുന്നതിന് വേണ്ടി നാസി പട്ടാളം പിടിച്ചുകൊണ്ടുവന്ന് ജയിലിൽ അടച്ചിരിക്കുമ്പോൾ അതിന് അവിടെ ഫാദർ കോൾബി ഉണ്ടായിരുന്നു. ആ അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സഹതടവുകാരൻ വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു മുഴുവൻ സമയവും, മുഴുവൻ ദിവസവും. കാരണം തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, കുഞ്ഞുമോൾ, ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞു മകൾ, അപ്പോൾ ഇവരെല്ലാം എങ്ങനെ ആയിരിക്കും എന്ന് ഓർത്ത് അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി. അദ്ദേഹത്തിന് കരയാതിരിക്കാൻ പറ്റില്ല, മുഴുവൻ സമയവും കരഞ്ഞുകൊണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് കണ്ടിട്ട് ഫാദർ കോളബി ചോദിക്കുന്നു, എന്താ സഹോദര, നമ്മളെല്ലാവരും ഒരേ രീതിയിലൂടെ വന്നതാണ്, എന്താണ് കരയുന്നത്? മറ്റാരും അവരുടെ ഗതിയെ ആലോചിച്ച് അവർ ശപിച്ചും ചിലർ പ്രാർത്ഥിച്ചു, എല്ലാം കൂടെ അങ്ങനെയൊക്കെ കഴിയുകയാണ്. ഇപ്പോൾ അദ്ദേഹം കരഞ്ഞ് ഇരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, എൻ്റെ അവസ്ഥ പറഞ്ഞു, കുടുംബത്തിൻ്റെ അവസ്ഥ, ഇനി അവർക്ക് ആരും നോക്കാനില്ല. അത്രയ്ക്കും ദയനീയമായ അവസ്ഥയിൽ ഫാദർ കോൾബെ പറഞ്ഞു, ക്രിസ്തുവിൽ നിന്നുള്ള ആ പ്രചോദനമാണ് പറഞ്ഞത്. സഹോദരന് വേണ്ടി ബലിയായി തീരുക എന്നുള്ളതാണ്, ജീവൻ ബലിയായി തീരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്നേഹം, ഉദാത്തമായ സ്നേഹം. കർത്താവ് ചെയ്തതുപോലെ തന്നെ അവൻ പറഞ്ഞു, സഹോദര, നിനക്ക് വേണ്ടി ഞാൻ മരിക്കാം, നിന്നെ അവർ വിടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മരിച്ചുകൊള്ളാം. ചിലപ്പോൾ അച്ഛനാണെന്നുള്ള രീതി കൊണ്ട്, പുരോഹിതനാണെന്നുള്ള രീതി കൊണ്ട് ചിലപ്പം വിട്ടെന്ന് വരും അവർ. അപ്പോൾ അതിനുള്ള സാധ്യത ഉണ്ടായിരിക്കെ അദ്ദേഹം അതിന് സന്നദ്ധനായില്ല. ആ സഹോദരൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി താൻ ജീവൻ ബലിയർപ്പിക്കുക, അതങ്ങനെ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നടന്നത്. അപ്പോൾ ഇതുപോലെ വേറെ ചിലപ്പോൾ പലരും ചെയ്യുന്നിരിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ അവയവദാനത്തിൽ തന്നെ ചിറമേലച്ഛൻ അല്ലേ, ഒരു മുസ്ലിം സഹോദരന് വേണ്ടിയാണ് തൻ്റെ കിഡ്നി കൊടുത്തത് രക്ഷിക്കാൻ വേണ്ടി. അത് ജാതിയും മതവും ഒന്നുമല്ല, സ്നേഹത്തിൻ്റെ കാര്യം, മനുഷ്യത്വമാണ്, മനുഷ്യവർഗം. തൻ്റെ കാണപ്പെടുന്നവരെ ആരാണോ അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. അതാണ് ബൈബിൾ പറയുന്നത്. സഹോദരൻ എന്ന് പറയുമ്പോൾ തൻ്റെ കൂട്ടത്തിൽ, തൻ്റെ വീട്ടിലുള്ളവർ, അല്ലെങ്കിൽ ബന്ധുക്കളിലുള്ളവർ ഒക്കെ അല്ല, പിന്നെ കാണുന്നവർ, നമ്മുടെ കണ്ണിൽ നമ്മൾ കാണുന്നവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പോൾ അത് ആണ് അദ്ദേഹത്തിന് ആ കിഡ്നി, ഒരു പുരോഹിതനായിരിക്കെ തന്നെ ആ കിഡ്നി ദാനം ചെയ്യാൻ, അതും ഒരു മുസൽമാന് വേണ്ടി ചെയ്യാൻ സന്നദ്ധനായത്. കാരണം യേശു പഠിപ്പിച്ചത് അതാണ്, സഹോദരന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുക, അതാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന്. അപ്പോൾ സ്നേഹത്തിനെ പറ്റി ഏറ്റവും കൂടുതലായിട്ട് വർണ്ണിച്ചിട്ടുള്ളത് വിശുദ്ധ പൗലോസ് ആണ് കൂടുതൽ വർണ്ണിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്, 1 കോറിന്തോസ് 13-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വളരെ ഭംഗിയായിട്ട് സ്നേഹത്തിൻ്റെ നേച്ചർ, സ്വഭാവം, അതിൻ്റെ ഭാവം, അതിൻ്റെ ഗുണം എല്ലാം പറയുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, ദീർഘമായി ക്ഷമിക്കുന്നു. കാരണം ജീവിതം മുഴുവനും ക്ഷമിക്കുകയാണ്, അല്ലാതെ അസൂയപ്പെടുന്നില്ല, മറ്റുള്ളവരെ പറ്റി ദ്രോഹം ചിന്തിക്കുന്നില്ല, അനുചിതമായിട്ട് ഒരിക്കലും പെരുമാറുന്നില്ല. സ്നേഹം മറ്റുള്ളവരുടെ അവർക്ക് അനീതി സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അത്യാപത്തുണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നില്ല. അതങ്ങനെ സന്തോഷിക്കാത്ത ഏത് മനുഷ്യനുണ്ട്? അനീതി ഉണ്ടാകുമ്പോൾ നമുക്ക് പകരം വീട്ടാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല, അവർക്ക് എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ അതുകൊണ്ട് ദൈവം കൊടുത്താണ്, അനുഭവിക്കട്ടെ എന്ന് പറയുന്നവരാണ് കൂടുതലും. അങ്ങനെ ഉണ്ടായിരിക്കണം, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, സാധാരണ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല.
വിദ്വേഷം പുലർത്തുന്നില്ല. ആരോട് സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്തെല്ലാം ചെയ്താലും ഇനിയും സ്നേഹമില്ലെങ്കിൽ ശരീരം ദഹിപ്പിക്കാൻ വേണ്ടി വിട്ടുകൊടുത്താലും എൻ്റെ പാപത്തിൻ്റെ പരിഹാരം ഞാൻ എൻ്റെ ശരീരം ദഹിപ്പിക്കുകയാണ് എന്നുള്ള രീതി വന്നാൽ പോലും, അങ്ങനെ ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താൽ പോലും അത് സ്നേഹത്തോടല്ല, മറ്റുള്ളവരോടുള്ള സ്നേഹം കൊണ്ടും അവർക്ക് വേണ്ടിയും കൂടി അല്ല ചെയ്യുന്നതെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ചുട്ടുകരിച്ച് കളഞ്ഞു എന്നേ ഉള്ളൂ. എന്തിനെയോ ചുട്ടുകരിച്ച് കളഞ്ഞു എന്നുപോലെ. അതാണ് അവിടെ പറയുന്നത്. ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ നമ്മുടെ നൊയമ്പിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നുണ്ട്, സ്നേഹം കൂടാതെ നോമ്പ് നോക്കുന്നവൻ എന്തുവാണ്? പണിഞ്ഞു കൂട്ടുന്നു, പണിയുന്നു, ഇടിച്ചു പൊളിക്കുന്നു, വീണ്ടും പണിയുന്നു, തച്ചുടയ്ക്കുന്നു. അതാണ് അതിൻ്റെ സ്നേഹം ഇല്ലാതെ നോമ്പ് നോക്കുന്നതിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ സ്നേഹത്തിനാണ് പ്രധാനം നൊയമ്പിലും. മറ്റുള്ളവരോടുള്ള സ്നേഹം, സഹജീവികളോടുള്ള സ്നേഹം, അതെല്ലാം ഉണ്ടായിരിക്കണം. പ്രകൃതിയോടുള്ള സ്നേഹവും ഉണ്ടായിരിക്കണം. ഇതിന് മൂന്നിനും ദോഷമായിട്ടുള്ളത് വരും. മനുഷ്യരോട് മാത്രമല്ല കേട്ടോ. അങ്ങനെയാണ് ക്രിസ്തു ക്രിസ്തീയ സഭയിൽ അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ പറയുന്നു, സ്നേഹം കൂടാതെ നോമ്പ് എന്ന് പറയുമ്പോൾ കൂടാതെ നോമ്പ് നോക്കുമല്ലേ. അല്ലെ പ്രാർത്ഥന നല്ലപോലെ 7 യാമങ്ങളിലെയും പ്രാർത്ഥന അത് ഒക്കെ ചൊല്ലും. അതെല്ലാം തീർക്കും. ആ പ്രാർത്ഥനകളെല്ലാം നടത്തും. വളരെ ഭക്തിയോടുകൂടി നടത്തും. ആഹാരം പരിമിതപ്പെടുത്തി മിതമായ ആഹാരം കഴിച്ച് ശീലിക്കും. അതിൽ കൊഴുപ്പും എണ്ണയും നെയ്യും ഒന്നുമില്ലാത്ത ആഹാരങ്ങൾ, പച്ചക്കറി മാത്രം കഴിച്ച് ജീവിക്കും. ഒക്കെ നോമ്പ് നോക്കും. എല്ലാം ശരിയാണ്. പക്ഷേ സ്നേഹം മറ്റുള്ളവരെ കണ്ടുകൂടാമെങ്കിലോ, ഒരു നേരത്തെ വിശക്കുന്നവന്, ആഹാരം ഇല്ലാത്തവന് ഇല്ലാത്തവൻ്റെ ഭവനം കണ്ടുപിടിച്ച് അവന് കൊടുക്കാതിരിക്കുക. തൻ്റെ ആഹാരത്തിലുണ്ടാക്കിയ ആഹാരത്തിൽ തന്നെ പങ്ക് ഒരുത്തൻ വന്നാൽ, വിശന്ന് ദാഹിച്ച് വലഞ്ഞ് നിവൃത്തിയില്ലാത്ത ഒരുത്തൻ വന്നാൽ അവനെ ആട്ടി ഓടിക്കുക, അല്ലെങ്കിൽ മുഖം കറുപ്പിച്ച് കാണിച്ച് അവനോട് ഇഷ്ടക്കേട് കാണിക്കുക, ആഹാരം കൊടുക്കാതിരിക്കുക എന്ന് വന്നാൽ അവൻ്റെ നോയമ്പ് കൊണ്ട് ഒരു ഫലവുമില്ല. സമയം വ്യർത്ഥമാക്കുന്നു. പിന്നെ മനുഷ്യരുടെ മുമ്പിൽ നല്ലവനായിട്ട് അഭിനയിച്ച് കാണിക്കുന്നു. ഇനിയും നോയമ്പ് ഭംഗിയായിട്ട് നോക്കുന്നവരുടെ മുമ്പിൽ അവർക്ക് അവർക്ക് ഒരു ദുർമാർഗം കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ദൈവത്തെ കബളിപ്പിക്കാനും നോക്കുന്നു. അപ്പോൾ എന്ത് പാപമാണ്? 3 പാപം, വളരെ കഠിനമായ 3 പാപം കൂടെ ചെയ്തു. അപ്പോൾ ഇത് നോമ്പ് നോക്കാതിരുന്നെങ്കിലോ ഒന്നുമില്ലായിരുന്നു. നോമ്പ് നോക്കിയില്ലെന്നതേ ഉള്ളായിരുന്നു. ബാക്കി പാപങ്ങൾ അങ്ങനെ നിന്നേനെ. അപ്പോൾ അതുകൊണ്ട് സ്നേഹമില്ലാതെ നോമ്പ് നോക്കുന്ന പ്രാർത്ഥനയിലുണ്ട് അവൻ ഇതുപോലെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വയം നശിക്കുന്നു. അതാണ്. അപ്പോൾ അതുപോലെ തന്നെ അവൻ്റെ നന്മയിൽ സന്തോഷിക്കുന്നു. സ്നേഹം അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. അപ്പോൾ അത് മറ്റുള്ളവരുടെ നന്മയിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്നു. അപ്പോൾ സ്നേഹം എല്ലാം സഹിക്കും. പിറുപിറുപ്പില്ല, പരാതിയില്ല, ആവലാതിയില്ല, സഹിക്കും. ഒരു തിന്മ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നുണ്ടായാൽ പോലും സ്നേഹം അത് സഹിക്കും. നോമ്പിലും അത് ആവശ്യമാണ്. സഹിക്കണം. തിന്മകളോ എന്തെങ്കിലും അതിൽ നിന്നുണ്ടായാൽ പകരം വീട്ടുകയും പകരം പറയുകയും ചിന്തിക്കുക പോലും അരുതെന്നാണ്. അപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും സ്നേഹം അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഏറ്റവും വലിയൊരു കാര്യമാണ് സ്നേഹം. അവസാനിക്കത്തില്ല ഒരിക്കലും. അവൻ്റെ ജീവൻ പോകുമ്പോഴും ആ സ്നേഹം ഉണ്ടായിരിക്കും. നമ്മുടെ ജീവൻ പോകുമ്പോഴും. അതാണ് നോമ്പിലെ നമ്മളെ സ്വായത്തമാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പുണ്യം. വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനങ്ങൾ തന്നെ എല്ലാം തന്നെ ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്തെയാണ് അവിടെ വിവക്ഷിക്കുന്നത്. അത് ആ 3 ലേഖനത്തിലും അത് തന്നെയാണ് ഊന്നി പറയുന്നത്. അപ്പം പിതാവ് മനുഷ്യവർഗത്തോട് കാണിച്ച ഉദാത്ത സ്നേഹം, ഇപ്പോൾ നമ്മൾ പിതാവെന്ന് പറഞ്ഞ് പിതാവായ ദൈവം കാണിച്ച വിശുദ്ധ ത്രിത്വം എന്നുള്ളതാണ് ക്രിസ്ത്യാനികൾ. ത്രിത്വമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ ചിലരൊക്കെ
ഈ അവഹേളിച്ച് ചോദിക്കുന്നവരുണ്ട്. അപ്പം ദൈവം വിവാഹം ചെയ്തു അല്ലെങ്കിൽ പുത്രരുണ്ടായോ മക്കളുണ്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അതിൻ്റെ രഹസ്യം അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. അപ്പോൾ അത് പഠിക്കണം. ബൈബിളൊന്ന് വായിച്ച് നോക്കുമ്പോൾ അതൊക്കെ മനസ്സിലാകും. അപ്പോൾ ആ പിതാവിൽ നിന്ന് പിതാവ്, നിത്യനായ പിതാവ്, നിത്യനായ പുത്രൻ, നിത്യനായ പരിശുദ്ധ ആത്മാവ്, ദൈവ ആത്മാവ്, അതാണ് വിശുദ്ധ തൃത്വം. അപ്പോൾ ആ പുത്രൻ്റെ ഏകപുത്രനെ തന്നെ മനുഷ്യകുലത്തിൻ്റെ പാപം രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് തന്നെ അയച്ചു. അതാണ് ഏറ്റവും വലിയ സ്നേഹം. ഞാൻ പറഞ്ഞുവല്ലോ. അപ്പം ആ സ്നേഹമാണ് നമ്മൾ കാണേണ്ടത്. എന്നിട്ടെന്താണ് അങ്ങനെ നമ്മളെ രക്ഷിച്ച് എന്ത് ചെയ്യുവാണ്? നമ്മൾ അതുകൊണ്ടാണ് പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. കാരണം ആ ബലിയായി തീർന്ന് നമ്മളെ ആ പുത്രനായ യേശുവിൻ്റെ ആ സ്ഥാനം തന്നെ നമുക്കും നൽകി. നമ്മളോട് ആ സാഹോദര്യം നമുക്കും കൂടെ നൽകി. നമ്മളെ അങ്ങനെ പിതാവിൻ്റെ പുത്രരാക്കി മാറ്റി പിതാവിൻ്റെ രാജ്യത്തിന് അവകാശികളുമാക്കി നമ്മളെ മാറ്റി. അപ്പോൾ അതാണ് ഏറ്റവും വലിയ സ്നേഹം കർത്താവ് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റുകയില്ല. സ്നേഹത്തെ പറ്റി ദൈവം അങ്ങനെ ബലിയായിട്ട് അർപ്പിച്ചുകൊണ്ട് എന്തോ നേടി എന്നല്ലേ എന്തുവാ നടന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ കഴിയണം. നമ്മളെ ദൈവത്തിൻ്റെ പുത്രരാക്കി. താൻ ദൈവപുത്രനായിരുന്നു, അതുപോലെ നമ്മളെയും ദൈവത്തിൻ്റെ മക്കളാക്കി. അപ്പോൾ തൻ്റെ അതേ സ്റ്റാറ്റസ് അവിടെ നമുക്കും തന്നു. അത് യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ൽ പറയുന്നുണ്ട്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. അപ്പോൾ അതാണ് ആ സ്നേഹത്തിൻ്റെ ദൈവം ചെയ്ത് യേശു അത് നമുക്ക് നമ്മിൽ ചൊരിഞ്ഞ സ്നേഹത്തിൻ്റെ കാര്യം. ഇനിയും അതുപോലെ ആ 3:16 പറയുന്നു, ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്താണെന്ന് നമ്മൾ അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതുമൂലം നമ്മളും അങ്ങനെ കടപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മളോട് ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ആ ദാനം നമ്മൾ മറ്റുള്ളവരിലും ചെയ്യണം. അതാണ് ആ 3-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യം പറയുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യമുണ്ട്, ക്രിസ്തു വിശ്വാസികൾ എന്ന ഞാൻ നിങ്ങൾ പരസ്പരം ഹൃദയംഗമായി സ്നേഹിക്കുന്നവർ ആണെന്ന് കണ്ടാണ് നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയേണ്ടത്, മറ്റുള്ളവർ. അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാം ഹൃദയംഗമായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹിക്കണം. ആ സ്നേഹം കണ്ടിട്ട് മറ്റുള്ളവർ വേണം അതേ ക്രിസ്തുവിൻ്റെ അതേ ശിഷ്യർ തന്നെയാണ്, ക്രിസ്തുവിനെ പോലെ തന്നെ പെരുമാറുന്നുവെന്ന്. അപ്പോൾ അത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത്, 12-ാം വാക്യത്തെ ദൈവശാസ്ത്ര പണ്ഡിതർ വ്യാഖ്യാനിക്കുന്നത് അതിനെ സുവർണ നിയമം എന്നാണ് പറയുന്നത്. ബൈബിളിൻ്റെ സുവർണ നിയമം, പുസ്തകത്തിൻ്റെ മൊത്തം ബൈബിളിൻ്റെ സുവർണ നിയമം അതാണ്. എന്താണ്? അല്ലെങ്കിൽ നിന്നോട് മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ മറ്റുള്ളവർക്കും ചെയ്യുക. അത് തന്നെ മറ്റുള്ളവർക്കും ചെയ്യുക. എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം? നമ്മളോട് തിന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കൂ? ഇല്ലല്ലോ. ഏറ്റവും നന്മ ചെയ്യണമെന്നാണ്. അപ്പോൾ അതുപോലെ നമ്മളും മറ്റുള്ളവർക്ക് അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഏറ്റവും സന്തോഷകരം ആകേണ്ടുന്ന നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരിക്കൽ ചെയ്യാനല്ല, ജീവിതകാലം മുഴുവനും അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് അത് പറയുന്നത്. അപ്പോൾ എന്നിട്ട് പറയുന്നു, ഇതാണ് നിയമവും പ്രവാചകന്മാരും. അവിടെ പൂർത്തിയായി. ഇതാണ് യേശു പറയുന്നത്. കർത്താവ് പറയുന്നുണ്ട്, ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഈ ഒരൊറ്റ കാര്യം
നിന്നോട് മറ്റുള്ളവർ അല്ലെങ്കിൽ നിനക്ക് മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് നീ മറ്റുള്ളവരോട് ചെയ്യുക. അതിനെയാണ് സുവർണ്ണ നിയമം എന്ന് പറയുന്നത്. ഇതിലും വലിയ നിയമങ്ങൾ വേറെ ഒന്നുമില്ല. പ്രവാചകന്മാരൊക്കെ ഇത്രത്തോളം ഈ യുഗങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് വന്നത്, അത് നിയമം ദൈവം തന്നത് ഇതെല്ലാം ഈ ഒറ്റ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നു. നിന്നെപ്പോലെ തന്നെ നീ അയൽക്കാരനെ സ്നേഹിക്കുക, പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ നിയമമെല്ലാം ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രവാചകന്മാരും നിയമവും. അതെല്ലാം പൂർത്തീകരിച്ചതാണ് ദൈവം, യേശു ക്രിസ്തു. ഇനി യോഹന്നാൻ്റെ ഇനി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 30-ാമത്തെ വാക്യം പറയുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ്റെ ഒരു കാര്യം. എന്താണ് പറയുന്നത്? യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, അവൻ വളരണം, ഞാൻ കുറയണം. യേശു പരസ്യ ജീവിതത്തിന് വന്നിട്ടില്ല, വരാനാണ്. യോഹന്നാൻ സ്നാപകനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുകയാണ്, അതായത് മാമോദീസ സ്വീകരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരോട് പറയുന്നു, ആയിരങ്ങൾ ശിഷ്യരായിട്ടുള്ള ശിഷ്യസമ്പത്തുള്ള ആളാണ് യോഹന്നാൻ സ്നാപകൻ, വലിയ താപസൻ. അപ്പോൾ അദ്ദേഹത്തിനുള്ള പ്രാമുഖ്യം ക്രിസ്തുവാണെന്ന് വരെ അദ്ദേഹത്തെപ്പറ്റി യഹൂദർ സംശയിച്ചിരുന്നു. അപ്പോൾ അത് പറയുകയാണ്, യേശുവിനെ കണ്ടപ്പോൾ പറയുന്നു, ഇവൻ വളരണം, ഞാൻ കുറയണം. ഇതാണ് സ്നേഹം പൂർണ്ണമായിട്ട് ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഗുണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മാറിക്കൊടുക്കുക, അവരങ്ങ് വളരട്ടെ. എത്രത്തോളം വളരാമോ അത്രത്തോളം വളരണം. അതിനുള്ള എല്ലാ സഹായവും നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാവിധമായ പ്രചോദനവും സഹായങ്ങളും അതിന് ബലവും ഉണ്ടായിരിക്കണം അവർക്ക്. അപ്പം നമുക്കുള്ളതെല്ലാം അവർക്കങ്ങ് കൊടുത്ത് നമ്മൾ കുറയണം, നമ്മൾ ചെറുതാകണം. അതാണ് ഏറ്റവും വലിയ ഒരു മാതൃക കാണുന്നത്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ മാതൃക. ഞാൻ പറഞ്ഞ ഫാദർ കോൾബി, ചിറമേലച്ചനൊക്കെ നമ്മളെ ഇവിടെ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ചെയ്തത് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഈ വാക്യങ്ങളൊക്കെ കണ്ടു പഠിച്ചാൽ ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. അപ്പം അതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം, നമ്മുടെ പൂർവ്വപിതാവ് അബ്രഹാത്തെ പറ്റി പറയുന്നുണ്ട്. അബ്രഹാത്തിൻ്റെയും ലോത്തിൻ്റെയും കാര്യം പറയുന്നുണ്ട്. 13-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള ഭാഗ്യം. അബ്രഹാം കാണിച്ച് ധാരാളം സമ്പത്ത് അവർക്കുണ്ടായി. അപ്പോൾ അബ്രഹാം പറഞ്ഞു, ഇത് നിനക്കിഷ്ടമുള്ളതോ, ഭൂമി ഇഷ്ടം പോലെ ആയി. അപ്പോൾ പറഞ്ഞു, നീ അങ്ങോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തെക്കോട്ടോ നോക്കി നിനക്കേത് ഭാഗം വേണമെന്ന് നോക്കുക. മിക്കവാറും സമീപ ദേശങ്ങളെല്ലാം കാണാവുന്ന അത്ര ഉയരത്തിലുള്ള മലയുടെ മുകളിൽ നിന്നാണ് ചോദിക്കുന്നത്. എല്ലാം കണ്ടിട്ട് ഏതാ വേണം. അപ്പോൾ അബ്രഹാം, അത് മതി, എനിക്ക് അതിൻ്റെ ബാക്കി മതി, നീ എടുക്കുക. ലോകത്ത് ഏറ്റവും ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഭാഗങ്ങളാണ്, ഭൂമിയുടെ ഏറ്റവും ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഭാഗം അവിടെ എടുത്തു. ബാക്കിയുള്ളത് അതിൻ്റെ ഒരു 10-1 പോലും ഗുണമില്ലാത്ത ഭൂമി, അത് മതി. അബ്രഹാം പറഞ്ഞു, അത് മതി, നീ സന്തോഷത്തോടെ സ്വീകരിക്കുക, അവിടെ നിന്ന് നീ വളരുക. അപ്പോൾ ഇത് ആദ്യം മുതലേ അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന നമ്മുടെ പൂർവ്വപിതാവ് അബ്രഹാത്തിനെ പോലെ അതുപോലെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പുസ്തകത്തിലും ഇതുപോലെ പറയാൻ ഒരുപാടുണ്ട്. എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. അപ്പോൾ ഞാനൊരു ഉദാഹരണം അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവരുടെ സ്വത്ത് ഭാഗം വെച്ചപ്പോൾ അബ്രാഹാം ചെയ്തത് ഇങ്ങനെയാണ്. നമ്മളുടെ അങ്ങനെ ആ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള സ്വന്തം സഹോദരങ്ങളോട് പോലും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? എനിക്ക് ഏറ്റവും നല്ലതും ഏറ്റവും ഗുണമുള്ളതും കൂടുതലും ഒക്കെ കിട്ടണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷേ ദൈവം അങ്ങനെയല്ല. ദൈവം അതിലല്ല താല്പര്യം കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആഗ്രഹിച്ച് എടുത്തതൊന്നും ഭംഗിയായിട്ട് അനുഭവിക്കാൻ കഴിയാത്തതാണ് മിക്കവാറും എല്ലാവർക്കും വരുന്ന അനുഭവം.
അപ്പം അത് നമ്മൾ പറയേണ്ടുന്ന ഏറ്റവും വേദന, ഇതൊക്കെ സന്തോഷമായിട്ടുള്ള അവസരം, ഇനി ഏറ്റവും വേദനയായിട്ടുള്ള അവസരത്തിലും മറ്റുള്ളവരെ സ്നേഹിക്കുക. ഇപ്പോൾ വിശുദ്ധ ലൂക്ക ശ്ലീഹ എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 34 പറയുന്നതാണ്. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരെ ശിക്ഷിക്കരുത്, ഇവരോട് ക്ഷമിക്കണേ. എവിടെ കുരിശിൽ കിടന്നുകൊണ്ട് പറയുക, കുരിശിൽ തറച്ച് ഇട്ട് ഇരിക്കുമ്പോൾ. ഇതുപോലെ ആർക്ക് പറ്റും? നമ്മളെ ദ്രോഹിച്ചവർക്ക് ഏറ്റവും വലിയ ദ്രോഹം, നമ്മളെ മരണത്തിന് ഇഞ്ചിഞ്ചായിട്ട് നമ്മളെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത്. ക്രിസ്തു ശിഷ്യരെല്ലാവരും ഇങ്ങനെയായിരുന്നു. ക്രിസ്തു ഇത് കണ്ട് പഠിച്ചവർ, ക്രിസ്തുവിൻ്റെ കൂടെ നടന്നവർ, ആ ശിഷ്യരെല്ലാവരും അങ്ങനെയായിരുന്നു. ലക്ഷക്കണക്കിന് വിശുദ്ധരിങ്ങനെയായിരുന്നു. തങ്ങളെ ദേഷിച്ചവരെയും തങ്ങളെ ദ്രോഹിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു, അവരോട് ക്ഷമിക്കണമേ എന്ന്. അപ്പോഴതാണ് അത് ആ സ്നേഹം കാണിക്കുന്നത്. സ്നേഹത്തിൻ്റെ അളവ് പോലെ അതാണ്. ഏറ്റവും പ്രതികൂലാവസ്ഥയിലും അവരിൽ നിന്ന് ഏൽക്കുന്ന ഏറ്റവും ദണ്ഡനങ്ങൾക്കും വേദനകൾക്കും പകരമായിട്ട് ആ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കുക, അവരെ ഒരിക്കലും ശിക്ഷിക്കല്ലേ എന്ന്. അത് ക്രിസ്ത്യാനികൾക്ക് സാധിക്കുന്നുള്ളൂ, കത്തോലിക്കർക്ക് കൂടുതൽ സാധിക്കുന്നുണ്ട്, ധാരാളം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ എത്രയോ സന്യാസിനിമാർ ഒക്കെ മിഷൻ പ്രവർത്തനങ്ങളായിരുന്നു ഇതുപോലെ സഹിക്കുന്നില്ലേ, പലരും കൊല്ലുന്നുണ്ടല്ലോ. റാണി മരിയാസ് ഒരു കന്യാസ്ത്രീ എന്തെല്ലാം എത്ര 45 എത്രയോ കുത്തുകൾ കുത്തിയാണ് അവർ കൊന്നത്. കാരണം മനുഷ്യർക്ക് വേണ്ടി, സാധുക്കളായ പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്. ഇന്നും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നത് വടക്കേ ഇന്ത്യയിലും മറ്റേ ഇടയ്ക്ക് ഹൈദരാബാദിൽ നടന്ന് കുറേ 3-4-5 മാസങ്ങൾക്ക് മുൻപ് ആസാമിൽ നടന്നു. പിന്നെ വടക്കേ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടക്കുന്ന ഒറീസയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എന്തിനാ അവരെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചാൽ, സാധുക്കളായ മനുഷ്യരാണെന്ന് പോലും അവർക്ക് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവരെ, അവരെ ചൂഷണം ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവർ. അപ്പോൾ മറ്റ് ഉയർന്നവരെന്ന് പറയപ്പെടുന്നവർ, സ്വയം അഭിമാനിക്കുന്നവർ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ മനുഷ്യരാക്കി മാറ്റി, അവരെ മറ്റുള്ളവരെ പോലെ ആക്കി മാറ്റി. പഠിപ്പും ഉദ്യോഗങ്ങളും ഇതെല്ലാം അവർക്കും പ്രാപ്യമായി ഇനി അവരെ ചൂഷണം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇവരെ ഇങ്ങനെ ആക്കിയവരെ, ആ മിഷണറിമാരെ ഉപദ്രവിക്കുക, ദ്രോഹിക്കുക, അവരെ കൊല്ലുക എന്ന് വന്നത്. ഗ്രഹാം സ്റ്റെയിൻസിനെ ഒറീസയിൽ വെച്ച് കൊന്നത് അറിയാലോ, പിഞ്ചു കുഞ്ഞുങ്ങളെയും കൂടെ ചുട്ടുകരിച്ച് കൊന്ന് ആ മനുഷ്യനെ എന്തു പറ്റി? എന്നിട്ട് ഇതിൻ്റെ എല്ലാം ഫലം എന്താണ്? അവസാനം ഒറീസയിൽ എന്തുമാത്രം അനുഭവിച്ചു. പിന്നീട് അതിന് ശേഷം പ്രകൃതി ദുരന്തങ്ങൾ അന്ന് വരെ ഉണ്ടായിട്ടില്ലാത്തടത്തോളം പ്രകൃതി ദുരന്തങ്ങൾ അവിടെ നേരിട്ടു. ഇനി അവർക്ക് ഉണ്ടാകാനാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനിതെല്ലാം ഈ വാർത്തകളെല്ലാം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം നുറുങ്ങുകയാണ് ഇത് കണ്ടിട്ട്. അപ്പോൾ ഇതൊന്നും വലിച്ചു പോയ തലയിൽ വയ്ക്കരുത് ഇങ്ങനെയുള്ള ശാപങ്ങൾ. അവരാരും ശപിച്ചില്ല. ഇതുപോലെ ദൈവം പറഞ്ഞ പോലെ ഇവരോടെല്ലാം ക്ഷമിക്കണമേ, അവരെ രക്ഷിക്കണമേ, അവരുടെ ആത്മാക്കളോട് ഇതൊന്നും ചോദിക്കല്ലേ, ആത്മാക്കൾക്കും രക്ഷ കൊടുക്കണമേ എന്നേ അവർ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ഞങ്ങളും എല്ലാവരും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഓരോ ക്രിസ്ത്യാനിയും ഓരോ കത്തോലിക്കനെന്ന് മാത്രമല്ല ഞാൻ പറയുന്ന എല്ലാ ക്രിസ്ത്യാനികളും അതാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്നവരെല്ലാവരും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സമയം കൂടുതലാവുന്നു, അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഇനി ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നില്ല, വിവരിക്കുന്നില്ല. അപ്പോൾ ഈ നോയമ്പിൻ്റെ നമ്മൾ എന്തുമാത്രമാണ് നമ്മൾ പുണ്യങ്ങൾ സമ്പാദിക്കുന്നത് എന്നുള്ളത് പറ്റിയാണ് ഞാൻ ഇതുവരെയും പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള പുണ്യങ്ങളൊക്കെ നമ്മൾ സമ്പാദിക്കും, നമുക്കൊരു ഡിപ്പോസിറ്റായിട്ട് നമ്മുടെ മരണ സമയത്ത് അവിടെ കിടക്കും. നമ്മൾക്ക് നമ്മുടെ ദൈവദൂതന്മാർക്ക് കർത്താവിനോട് അപേക്ഷിക്കാൻ പറ്റും. ഇത്രയും ഡിപ്പോസിറ്റ് ഉള്ളവരാണ് പുണ്യങ്ങളിൽ. അവനെ സ്വർഗത്തിൽ അവൻ തികച്ചും യോഗ്യനാണ്, അവകാശിയാണ് എന്നുള്ളത് അവിടെ പ്രഖ്യാപിക്കപ്പെടണം.
അപ്പോൾ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളുടെ മനസ്സുകളെ, നമ്മളുടെ ബോധതലങ്ങളെയെല്ലാം ഉണർത്തിയിട്ടെ, നമ്മളതിന് യോഗ്യരാകട്ടെ. ആ പുണ്യങ്ങൾ കൊണ്ട്, ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ. ഈ ദൈവസ്നേഹം മറ്റുള്ളവരിലോട്ടും വഴിഞ്ഞൊഴുകട്ടെ നമ്മളിൽ നിന്ന്. അതിന് നമ്മളെ വിട്ടുകൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് ആ ശക്തി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഉപസംഹരിക്കുന്നു. നമ്മുടെ ഇനിയും ഉള്ള സമയങ്ങൾ അങ്ങനെ ആയിരിക്കട്ടെ, നമ്മുടെ ജീവിതകാലം മുഴുവൻ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ.